പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കൊരുമിച്ച് 2020 ഡിസംബർ മാസം 22 തീയതി നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെ 12ാമത്തെ പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായ നമ്മുടെ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ പിതാവിന് സ്തോത്രം ചെയ്യാം. കരങ്ങളെയൊക്കെ ഉയർത്തി സന്തോഷത്തോടെ ആനന്ദത്തോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം പിതാവേ, സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചു. നന്ദിയോടെ 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 സ്തോത്രം. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയ കൃപകൾക്കായിട്ട് ഞങ്ങളുടെ കരങ്ങളെ ഉയർത്തി അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം. ഈ പകൽക്കാലവും അങ്ങ് ഞങ്ങളെ ജയകരമായി നടത്തുവാൻ പോകുന്ന കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് വലിയവൻ, അങ്ങ് വിശ്വസ്തൻ, അങ്ങ് വാക്കുമാറാത്ത ദൈവമാകിയാൽ സ്തോത്രം. അപ്പം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദിയും സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. പിതാവേ, ഹല്ലേലൂയ, സ്തോത്രം. സങ്കീർത്തനക്കാരൻ 135 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു: യഹോവയെ സ്തുതിപ്പീൻ, യഹോവയുടെ നാമത്തെ സ്തുതിപ്പീൻ, യഹോവയുടെ ദാസന്മാരെ അവനെ സ്തുതിപ്പീൻ. യഹോവയുടെ ആലയത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിൻ പ്രാകാരങ്ങളിൽ നിൽക്കുന്നവരെ യഹോവയെ സ്തുതിപ്പീൻ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ നാമത്തിന് കീർത്തനം ചെയ്യുവീൻ, അത് മനോഹരമല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. യഹോവ വലിയവൻ യഹോവ വലിയവനെന്നും നമ്മുടെ കർത്താവ് സകല ദേവന്മാരിലും ശ്രേഷ്ഠനെന്നും ഞാൻ അറിയുന്നു. ആമേൻ, 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 ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ ഈ വലിയവനായ കർത്താവിനെ, ആമേൻ, അത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവിനെ, ആമേൻ, നമ്മളെ കൈപിടിച്ച് ഓരോ ദിവസവും നടത്തുന്ന നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യുക. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം പറഞ്ഞ്, കർത്താവിന് സ്തോത്രം പറഞ്ഞ്, ആമേൻ. ആരും മൗനമായിരിക്കരുത് ഈ സമയത്ത് കേട്ടോ. സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യണം. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയും ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം പറയുന്നു. അപ്പോൾ കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തുപരിപാലിച്ച കൃപകൾക്ക് സ്തോത്രം. കഴിഞ്ഞ രാത്രി ഞങ്ങൾക്ക് തന്ന നല്ല ഉറക്കത്തിന് സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയ കൃപകൾക്കായിട്ട് സ്തോത്രം. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കി അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നപ്പ, അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നപ്പ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നപ്പ. അപ്പം ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്ന കർത്താവേ, ഈ പൽക്കാലം ഞങ്ങളെ ജയകരമായി നടത്തുന്ന അങ്ങയുടെ കൃപകൾക്കായി സ്തോത്രം. അപ്പം ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയ മക്കൾക്കായിട്ടും സ്തോത്രം. അപ്പൻ്റെ കരങ്ങളിലേക്ക് എല്ലാവരും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും വ്യക്തിപരമായി കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണമേ. ഇവരുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ഇവരുടെ ഉപജീവന മാർഗ്ഗങ്ങളെ അനുഗ്രഹിക്കണമേ. ഇവരുടെ ശരീരം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ കൃപയും ദൈവിക സമാധാനവും സ്വസ്ഥതയും കർത്താവെ ആഴത്തിൽ അനുഭവിപ്പാൻ ഇന്ന് പകൽക്കാലം കർത്താവ് സഹായിക്കണം. രോഗത്തിലിരിക്കുന്നവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിനകത്തുനിന്ന് പുറത്തു വരട്ടെ. പ്രത്യേക കൊറോണയാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. പൂർണ്ണ ആരോഗ്യത്തോടെ വേഗത്തിൽ അവർ അതിനകത്തുനിന്ന് പുറത്തു വരുന്നതിനായിട്ട് സ്തോത്രം. കൂടാതെ കർത്താവെ, അമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അമേൻ, നടുവിൻ്റെ പുറം ഭാഗത്ത്, പ്രത്യേകിച്ച് ഈ ഇടുക്കിൻ്റെ ഭാഗത്ത് വേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത് മസ്കുലാർ പെയിൻ ആയാലും, കർത്താവെ, എല്ലിൻ്റെ വേദനയായാലും, ഗ്യാസ്ട്രിക് പ്രോബ്ലം ആയാലും, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ സൗഖ്യമാകട്ടെ. ആരോഗ്യം അവരിലേക്ക് മടങ്ങി വരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ചെറുവിരലുകൾക്ക് വേദനയായിട്ട് അനക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന വിരലുകളുടെ മേൽ നീർക്കെട്ടായിട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൂർണ്ണ ആരോഗ്യവും സ്വസ്ഥതയും കർത്താവെ അങ്ങ് കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവൻ അതുപോലെ പനിയാലും ക്ലൈമറ്റിൻ്റെ മാറ്റം കാരണം അവൻ ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവ് അത്ഭുതകരമായ സൗഖ്യത്തെ കർത്താവ് അയച്ചിരിക്കുന്നതിന് സ്തോത്രം. അതുപോലെ കർത്താവ് ബിസിനസ് സ്ഥാപനങ്ങളെ അനുഗ്രഹിക്കുന്നു, അവരുടെ ജോലി സ്ഥലങ്ങളെ അനുഗ്രഹിക്കുന്നു. എല്ലായിടത്തും നിന്റെ കൃപ വർദ്ധിച്ചു വരുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, സാഹചര്യങ്ങൾക്ക് മാറ്റം കൊടുക്കണമേ. കർത്താവിൻ്റെ ആമേൻ, ആമേൻ, സൂപ്പർ നാച്ചുറലായ മിറക്കിൾസ് തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഈ വരും ദിവസങ്ങളിൽ കർത്താവെ അങ്ങ് ചെയ്തു കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ ഈ പ്രാർത്ഥനയിലും ഉപവാസത്താലും ഇരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ അങ്ങയുടെ കൃപ കൂടെയിരിക്കണമേ. പ്രത്യേകിച്ച് കർത്താവിനോട് കൂടുതൽ അടുത്തിരിക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിനെയും കർത്താവ് അനുഗ്രഹിക്കണം. വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ 12ാമത്തെ ദിവസം ദൈവത്തിൻ്റെ അസാധാരണമായ ഫേവർ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ മൂടി നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയും സമാധാനം വർദ്ധിക്കട്ടെ. നമുക്കറിയാവുന്നതുപോലെ പതിവ് പോലെ കർത്താവ് അനുവദിച്ചാൽ വൈകിട്ട് നമുക്ക് പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, ദൈവവചനം കേൾക്കാൻ സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് നിശ്ചയമായിട്ടും നിങ്ങൾ പങ്കെടുക്കണം, മറന്നു പോകരുത്. ആമേൻ. ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങൾ, വിരലിലെണ്ണാവുന്ന ദിവസങ്ങളിലേക്ക് നമ്മൾ എത്തി.
ഇന്ന് വായിക്കേണ്ട വേദഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 5 മുതൽ 8 വരെയും, അപ്പോസ്തല പ്രവൃത്തികൾ 16 അധ്യായം, 1 തെസ്സലോനിയൻ ലേഖനം 1 മുതൽ 5 വരെയുള്ള ചാപ്റ്ററുകൾ, വെളിപ്പാടിൻ്റെ പുസ്തകം 12 അധ്യായം. ആമേൻ. ഇതെല്ലാം നല്ല ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുകളാണ്. ശ്രദ്ധിച്ചു വായിക്കുക. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വൻ കാര്യങ്ങളെ ചെയ്യട്ടെ. കർത്താവിനോട് കൂടുതൽ അടുത്തിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ശരി, നമ്മൾ വേഗത്തിൽ ദൈവവചനത്തിലേക്ക് കയറുന്നു. യാക്കോബിന്റെ ലേഖനം 4 അധ്യായം അതിൻ്റെ 8 വാക്യമാണ്. ജെയിംസ് ചാപ്റ്റർ 4 വേഴ്സ് 8 നമ്മുടെ കർത്താവിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ്. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. കണ്ടോ, ഇവിടെ പറയുക, ഈ ഉപവാസത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ഈ വർഷത്തിൻ്റെ ലാസ്റ്റ് ഡേയ്സ്, ഇനി വിരലിലുണ്ടാവുന്ന ദിവസങ്ങളേ ഉള്ളൂ. ഈ ദിവസങ്ങളിൽ ദൈവമക്കളായ നമ്മൾ കൂടുതൽ കർത്താവിനോട് അടുക്കുന്ന ദിവസങ്ങളായിരിക്കണം. കുറേ കൂടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചേർന്നിരിക്കാൻ ശ്രമിക്കേണ്ട ദിവസങ്ങളാണിത്. ഹല്ലേലൂയ, ആമേൻ. അതാണ് കർത്താവിൻ്റെ ആത്മാവ് ഈ പ്രഭാതം നമ്മളെ വീണ്ടും ഓർപ്പിക്കുന്നത്. ഇന്നലെ വൈകിട്ട് ഓർപ്പിച്ച ഒരു കാര്യമായിരുന്നു. ഇത് ഞാൻ വീണ്ടും ഇന്നലെ കേൾക്കാത്തവർക്കും ഇന്നലെ കേട്ടവർക്കും ഒന്നുകൂടൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയും. എന്താ ചെയ്യണ്ടേ? ഈ ദിവസങ്ങളിൽ കർത്താവിനോട് കൂടുതൽ നമ്മൾ അടുത്തു വരണം. കഴിഞ്ഞ ഈ വർഷത്തിൻ്റെ ഇത്രയും ദിവസങ്ങളിൽ നമ്മൾ നടന്നതുപോലല്ല. ഈ അവസാനത്തെ ഏകദേശം 8-9 ദിവസങ്ങൾ കർത്താവിനോട് കുറച്ചുകൂടെ അടുത്തു വരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക. ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കറിയാം, സാഹചര്യങ്ങൾ നമ്മൾ പണ്ട് കണ്ട സാഹചര്യത്തിലല്ല. ലോകമാകെ മാറി മറിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിലൂടെ പോവുകയാണ്. പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞു നിൽക്കുന്നു, പ്രതിസന്ധികൾ നിറഞ്ഞു നിൽക്കുന്നു. ആമേൻ. അങ്ങനെ നിൽക്കുന്നതായ സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ച് ഈ ദിവസങ്ങളിൽ ദൈവത്തോട് അടുത്തിരിക്കുമ്പോൾ അവനിൽ നിന്നും നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങളും അനുഭവങ്ങളും ഒക്കെ പ്രാപിക്കുവാൻ കഴിയും. അതുകൊണ്ട് ഒരു തീരുമാനമെടുക്കണം. ജ്ഞാനിയാകണം. ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത്. അതാണ് എഫേസ്യ ലേഖനം 5:15 പറഞ്ഞത്. ആകയാൽ സൂക്ഷ്മത്തോടെ, അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്രയും നടപ്പാൻ നോക്കുവീൻ. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ. കണ്ടോ, ജ്ഞാനമില്ലാത്ത ആൾ പറയും, ഇപ്പം അങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെ കർത്താവിൻ്റെ കൂടെ ഇരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ സാധാരണ ജ്ഞാനമില്ലാത്ത ആളുകൾ പറയും. എന്നാൽ ജ്ഞാനമുള്ള ആൾ പറയും, കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്നവനെ കർത്താവ് അനുഗ്രഹിക്കും. നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് അടുത്ത് വരുവീൻ, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് അടുത്ത് വരും. കണ്ടോ, താഴ്മയുള്ളവനെ ഉയർത്തും. ദൈവത്തിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്. അടുത്ത് വരുന്നവൻ്റെ അടുക്കിലേക്ക് കർത്താവ് വരും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഒരു തീരുമാനമെടുക്കണം. ഇന്നു മുതൽ ഈ വരും ദിവസങ്ങളിൽ കർത്താവിനോട് കുറച്ചുകൂടെ കൂടുതൽ അടുത്തെടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവൻ ജ്ഞാനിയായിട്ട് പ്രവർത്തിക്കുക. അതാണ് ജ്ഞാനം. ദൈവത്തോടു കൂടെ ഇരിക്കുന്നതാണ് ജ്ഞാനമെന്ന് പറയുന്നത്. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നതാണ് ജ്ഞാനം. അവൻ അല്ലാതെ ലോകസുഖങ്ങൾ അനുഭവിച്ച് ലോകത്തിലെ എല്ലാം മായയാണ്. ഏതു സമയവും എല്ലാം മാറിമറിയും. സമ്പത്ത് മാറിമറിയും, കൂട്ടുകാർ മാറിമറിയും, ആമേൻ, എല്ലാ വിനോദങ്ങളും മാറിമറിയും. എന്നാൽ മാറാത്തവൻ ഒരാളുണ്ടെങ്കിൽ അത് കർത്താവ് മാത്രമാണ്. അതുകൊണ്ട് ഈ അവസാന ദിവസങ്ങൾ, ഈ വർഷത്തിൻ്റെ ലാസ്റ്റ് ഡേയ്സ്, ക്ലോസ് വിത്ത് ഗോഡ്, ദൈവമായിട്ട് കൂടുതൽ അടുത്ത് വരുവാനാണ് കർത്താവിൻ്റെ ആത്മാവ് ഈ പ്രഭാതം നമ്മളെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് മുതൽ ഒരു തീരുമാനമെടുക്കണം. പ്രാർത്ഥനയ്ക്ക് കുറച്ചുകൂടെ ഒന്ന് കൂടുക, ആരാധന കുറച്ചുകൂടെ ഒന്ന് കൂട്ടുക. ആമേൻ. ദൈവസന്നിധി ഇരിക്കുന്നതിന് പൂർണ്ണമായിട്ട് പ്രാധാന്യം കൊടുക്കുക. വൈകിട്ടത്തെ ആരാധന നിശ്ചയമായിട്ട് പങ്കെടുക്കുക. സമയം മാറ്റിവെക്കുക. ഇപ്പോഴേ തീരുമാനിക്കുക, എന്തു വന്നാലും മാറ്റിവെക്കുക. അതിന് നിങ്ങളുടെ ഒരു ആക്ടിവിറ്റിയും വൈകിട്ടത്തെ ആരാധനയെ ബാധിക്കരുത്. കാരണം ലാസ്റ്റ് ഡേയ്സ് ആണ്. കർത്താവിനോട് അടുത്തിരിക്കണം. ഞാൻ ഇന്നലെ ഒരു ഉദാഹരണം പറഞ്ഞു. അതായത് വലിയൊരു തീക്കുണ്ടം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ തീക്കുണ്ടത്തിന് അടുക്കിലേക്ക് ഒരാൾ അടുത്തടുത്ത് വരുമ്പോൾ ആ തീക്കകത്തുള്ള ചൂട് കൂടുതലായിട്ട് അനുഭവിക്കാൻ കഴിയും. അതുപോലെ സൂര്യനോട് അടുക്കും തോറും സൂര്യൻ്റെ പ്രകാശം കിട്ടുമെന്ന് പറയുന്നത് പോലെ കർത്താവിനോട് അടുക്കും തോറും അവനിലുള്ളത് നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അടുത്തിരിക്കും തോറും സാന്നിധ്യം കൂടുതലാണ്. അടുത്തിരിക്കും തോറും സമാധാനം കൂടുതലാണ്. ആമേൻ. കർത്താവ് സകലത്തിനും മതിയായവനാണ്. കർത്താവ് സർവശക്തനാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിനോട് കൂടുതൽ അടുത്തിരുന്നിട്ട് കർത്താവിലുള്ളത് നമ്മളിലേക്ക് പകരപ്പെടുവാൻ നമ്മൾ ആഗ്രഹിക്കണം. മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നത് എന്തിന്? ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. മറിയ കർത്താവിൻ്റെ കാൽക്കൽ പോയിരുന്നു. ഇതുപോലെ ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കുക. ഈ വരുന്ന ദിവസങ്ങൾ, ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങൾ കുറച്ചുകൂടെ കർത്താവിനോട് കൂടുതൽ അടുത്തിരിക്കും. ആമേൻ. എങ്ങനെ അടുത്തിരിക്കുക? നമുക്ക് നമ്മുടെ സങ്കീർത്തനങ്ങൾ 15 സങ്കീർത്തനങ്ങളിൽ ഒരു കാര്യമുണ്ട്. യഹോവേ, അങ്ങയുടെ കൂടാരത്തിൽ ആർ പാർക്കും? എന്തോ ഈ കൂടാരം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ആർ പാർക്കും? അങ്ങയുടെ വിശുദ്ധ പർവ്വതത്തിൽ ആർ കയറും? അവിടെ പർവ്വതത്തിലോട്ട് കയറാനല്ല ഉദ്ദേശിക്കുന്നത്, അത് പഴയ നിയമത്തിൽ പറയുന്നത്. എന്നാൽ ഇവിടെ പറയുന്നതോ, കർത്താവിനോട് കൂടുതൽ അടുത്തിരിക്കാൻ എന്നാ ചെയ്യും? അവൻ നിഷ്കളങ്കനായി നടക്കുക, നീതി പ്രവർത്തിക്കുക,
ജീവിക്കുക, ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുക, നാവ് കൊണ്ട് കുരള പറയാതെ, തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെ, കൂട്ടുകാരന് അപമാനം വരുത്താതെ ഇരിക്കുക, വഷളനെ നിന്ദനായി എണ്ണുകയും യഹോഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ, തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെ, കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോവുകയില്ല. അപ്പോൾ പാപത്തെ വെറുക്കണം. ഈ ദിവസങ്ങളിൽ യേശുവിനെ സ്നേഹിക്കണം. പാപം ചെയ്യാൻ ഒരു കാരണവശാലും അനുവാദം കൊടുക്കരുത്. ഈ വാക്യം 15 സങ്കീർത്തനങ്ങൾ ഇത് കഴിയുമ്പോൾ ഒന്നുകൂടെ വായിക്കുക. എന്നിട്ട് കർത്താവിൻ്റെ കൂടെ അങ്ങോട്ട് ഇരിക്കുക. കൂടെ ഇരിക്കുമ്പോൾ അവൻ്റെ പ്രസൻസ് അനുഭവിച്ച് ജീവിതത്തിൽ അസാധാരണമായ ഗ്ലോറിയിലേക്ക് കയറുവാൻ, പുതിയ വർഷം പുതുശക്തിയോടെ പുതുബലത്തോടെ അവൻ പുത്തൻ അനുഭവങ്ങളോടെ കയറുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് ഇത് നിങ്ങൾ ദയവായിട്ട് ഈ ഉപദേശം നിങ്ങൾ സ്വീകരിക്കണം. ആമേൻ. കർത്താവിനോട് അടുത്തിരിക്കുന്ന ദിവസങ്ങളായിരിക്കും. ബി സീരിയസ് വിത്ത് ഗാഡ്. കർത്താവുമായിട്ട് കൂടുതൽ അടുത്തിരിക്കുക, കർത്താവിൻ്റെ കാര്യങ്ങളിൽ കൂടുതൽ ഇൻവോൾവ് ആകുക, പ്രാർത്ഥിക്കുക. ആമേൻ. കൂടുതൽ സമയം ദൈവവചനം വായിക്കുക, ആരാധനയിൽ പങ്കെടുക്കുക. ആമേൻ. ആമേൻ. പാപത്തെ വെറുക്കുക, വേണ്ടാത്ത പ്രവൃത്തികളിൽ നിന്നെല്ലാം മാറി നിൽക്കുക. എന്നിട്ട് കൂടുതൽ സമയം പ്രാർത്ഥിച്ച് ആരാധിച്ച് ദൈവവചനം ധ്യാനിച്ച് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അവനോട് അടുത്ത് വരുവീൻ, അവൻ നിങ്ങളോട് അടുത്ത് വരും. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ കർത്താവിനോട് കൂടുതൽ അടുത്ത് വരുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ തരട്ടെ. വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. ഗോഡ് ബ്ലസ് യു.